ഹലോ എവറി വൺ, ഐ എം ബാക്ക്. അപ്പം നീ എവിടെയെങ്കിലും പോയിരുന്നാന്ന് വെച്ചാൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇന്ന് നമ്മൾ ഒരു ബലാത്സംഗിണിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇവരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നേനെ. ഞാൻ ഈ CJP ആൻഡ് ടീം അതിനെ പറ്റിയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ പോലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ദ കോസ് ഈസ് അതൊരു സീ കിഡ്സിൻ്റെ ഒരു പ്രക്ഷോഭണമാണ്. എനിക്കതിനകത്ത് തീരെ താല്പര്യമില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു തർക്കവും അതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് കേട്ടോ. അതിപ്പോൾ ഒരു മൊത്തം സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ടെക്നിക്കൽ സ്റ്റഡീസിന് പോകുന്നവരാണ്. ഇപ്പം കുട്ടികളെന്ന് പറഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ ആകണം എന്ന കൺസേണിലിരിക്കുന്ന കുറേ മാതാപിതാക്കളെ ബാധിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ഈ നീറ്റ്. അങ്ങനെ അല്ലാത്തവരുണ്ടല്ലോ, അല്ലാത്തവർക്ക് വേറെ എക്സാമിനേഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റൈസ് ചെയ്യേണ്ട PSC അതുപോലുള്ള സാധനങ്ങൾ ഇപ്പോൾ നടക്കുന്ന ആ ഒരു ഫൈറ്റിൽ പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ സ്കിപ്പ് അടിച്ച് പോകുമ്പോൾ ഈ ശങ്കികളെ കൊണ്ട് ഞാൻ കിണിഞ്ഞു. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തെന്നറിയുമോ? മണ്ടയിൽ മസാല നെക്കിയേ. മണ്ടയിൽ മസാല ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരത്തില്ല. പലരും ഫോൺ വിളിയാണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇടണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് എല്ലാം കോമഡി ആയിരിക്കും. കാലത്തെ ഉറക്കത്തിൽ നിന്ന് തന്നെ ഒരെണ്ണം വിളിച്ചോട്ടെ, അവനാണ് ഞാൻ നിന്നെ വീട്ടിൽ കയറി വെട്ടും ഞൊട്ടും കുത്തും. പിന്നെ പച്ചയ്ക്ക് അങ്ങോട്ട് പറയേണ്ടി വരും. അപ്പം തന്നെ നമ്മുടെ ഊർജ്ജം അങ്ങോട്ട് കയറുകയായി. BP ഡൗൺ ആവുന്ന എനിക്കിപ്പോൾ BPക്ക് ഒരു പ്രശ്നമില്ലുണ്ടായി. അപ്പോഴപ്പോൾ BP റേസ് ചെയ്യാൻ ഒരു കോൾ വരും. എല്ലാ കോളും ഞാൻ അറ്റൻഡ് ചെയ്യും. എനിക്കങ്ങനെ ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പറയേണ്ടത് അങ്ങോട്ട് പറയാം. തെറിയാണ് പറയണമെങ്കിൽ അതിനുള്ള കൊടുത്തിട്ട് ഞാനങ്ങ് ബ്ലോക്ക് ചെയ്യും. എൻ്റെ ഒരു രീതി ഇപ്പോൾ അതാണ്. നല്ല ടൈം പാസ്സാണ്, വേറെ ഒന്നും ശ്രദ്ധിക്കാൻ സമയവും കിട്ടുന്നില്ല. ഫോണിന് നിർത്താതുള്ള നിലവിളിയാണ്. എടാ നിനക്കൊക്കെ നാണയില്ലേ? എനിക്കിതിനകത്ത് കോമഡി ആയിട്ട് തോന്നി എന്താണെന്ന് അറിയാമോ? എടി ഡക്കാളി ഡുക്കാളി തക്കാളി ബുക്കാളി സക്കാളി സുക്കാളി സുക്കാളി മോളെ, നീ തെറി വിളിക്കുമല്ലേ? അല്ലളിയാ, അപ്പൊ ഇത്ര നേരം വിളിച്ച എന്തേനു? തെറി തന്നെയല്ലേ? തെറിയല്ലേടെ മറുപടി കൊടുക്കാൻ പറ്റൂ? എനിക്കിപ്പം ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് ഇനിയിപ്പോൾ എന്നെ നന്നാക്കാനൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല. എനിവേ, പിന്നെ അടുത്തത് ഈ പൊതുവിൽ നമ്മളിപ്പം ധ്രുവ് റാത്തയുടെ ഒരു യൂട്യൂബ് കാണുക. ധ്രുവ് റാത്തയുടെ ഇത് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാക്കാവുന്നത്, ഇവർക്കെതിരെ ആര് സംസാരിച്ചാലും ഇപ്പം കേസ് കൊടുക്കും, ഇപ്പം പിടിച്ചകത്താക്കും, ഇപ്പം തന്നെ ഞാൻ മൂക്കി കയറ്റും. നിങ്ങളിത് ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. സീ കിഡ്സ് പറയുന്ന കണക്ക് 2026 ഞാൻ അതൊന്നും പറയത്തില്ല. നിങ്ങൾ 947 കഴിഞ്ഞിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്? അന്ന് എത്ര പേരെ പിടിച്ചകത്തിട്ട്? ജാലിയൻ ബാഗ് കൂട്ടക്കൊല എന്തരാണെന്നെങ്കിലും അറിയാമോ? അങ്ങനെയുള്ള കുറേ ചരിത്ര സത്യങ്ങൾ ഇവിടെ കിടക്കുകയാണ്. അവരാരെങ്കിലും എൻ്റെ പേർക്ക് കേസ് വരുമെന്നോ എൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നോ ചിന്തിച്ചിരുന്നെങ്കിൽ നീയൊക്കെ എപ്പോൾ ഇരുന്നുകൊണ്ട് പല്ലിളിക്കുമോ? ഷീ കിഡ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ പൊതുസമൂഹത്തിനോട് ചോദിക്കുന്നതാണ്. പിന്നെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് കേസില്ലാത്തതെന്ന് പറഞ്ഞതാണ്? എല്ലാവർക്കും ഉണ്ട്. തൊട്ടോ പിടിച്ചോ കേസുണ്ട്. ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വിരുദ്ധമായി വന്നു കഴിഞ്ഞാൽ അതിന് കേസുകൾ വരിക സ്വാഭാവികമാണ്. നിങ്ങൾ അതുകൊണ്ട് ആരും പേടിപ്പിക്കാൻ നിൽക്കല്ലേ. അതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ലേ. ഇനി ഇത് പറയും ഞാൻ പേടിച്ചിട്ട് തള്ളാം. ശിവനെ ഞാൻ നമിച്ച് സംഖ്യയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെക്കാട്ടി നല്ലത് മങ്കിയെ മരങ്കേറ്റം പഠിപ്പിക്കുകയാണെന്ന് പണ്ടാരാണ്ട് പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ പൊന്നു സംഘവാഹകരെ, ഇങ്ങോട്ട് വന്ന് തള്ളി കയറരുത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഐ ആം നോട്ട് റെഡി ടു ഫൈറ്റ് വിത്ത് യു ഗൈസ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടൈം. ഞാൻ വേറെ കുറേ തിരക്കുകളിലാണ്, വേറെ കുറച്ച് പരിപാടി ഒപ്പിക്കാനുള്ള തിരക്കുകളിലാണുള്ളത്. ഈ പറയുന്ന ഒഫൻസുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികളോ കൊണ്ട് നിങ്ങൾക്ക് ഒരു വിഭാഗം ജനതയെ വായടപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. പിന്നെ കുറേ സംഗിണികൾ തന്നെ, അത് തന്നെ പറയണം. ഇവളുമാർക്കെന്നും പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ വൃത്തികെട്ട സംഗിണികൾ ഇരുന്നുകൊണ്ട് പറയണം. ഔറംഗസീബിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഔറംഗസീബിൻ്റെ ഫോട്ടോയും കൊണ്ട് അവന്മാർ വന്നേ. അത് ഷാജി എന്ന് പറയുന്നവൻ ദുബായിൽ ഇരുന്ന് പൈസ അയച്ച് അവനാണ് ഇത് നടത്തിയത്. നാണമില്ലേ നിങ്ങൾക്ക് എന്നാണ് എൻ്റെ ചോദ്യം. ഈ ഷാജി എന്ന് പറയുന്ന ആള് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന ഏത് സമരത്തിലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് അവർ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ഫോട്ടോ എടുക്കാൻ പോയതാണെങ്കിൽ പോലും അവരെ ഇട്ട് വരട്ടണ കാണുമ്പോഴത്തേക്ക് ചിരിയാ വരുന്നത്. ബേസിക്കലി എൻ്റെ വായിൽ കൂടെ പിന്നെ വെടിയുണ്ട ഉതിർക്കും എന്നൊക്കെ പറഞ്ഞ സ്ത്രീ ആണെങ്കിൽ പോലും നിങ്ങളെ ഈ വിരട്ട് ആരെടുത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് രാജ്യമേതാണ്? ഒരു മനുഷ്യൻ, ഒരു വ്യക്തി നമ്മൾക്ക് വേണ്ടി പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് നമ്മളുടെ നേതാവായി നമ്മൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജ്യത്തെ ഓരോ ഭരണാധികാരിയും. അവൻ നമുക്ക് വേണ്ടി സർവീസിനാണ് ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്നവൻ ജനാധിപത്യവാദി. അവനാണ് എൻ്റെ രാജാവ്, അവനാണ് എൻ്റെ അച്ഛൻ, അവനാണ് എൻ്റെ സർവസ്വം എന്ന് ചിന്തിക്കുന്നവൻ ഫാസിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ഭരണകൂടത്തിന് ഈ തീ കൂട്ടി കൊടുക്കുന്ന ഒരു വൃത്തികെട്ട സാധനം. അവരെ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ജനാധിപത്യവാദമോ ബോധമോ ഇല്ലാത്ത മനുഷ്യരോട് സംവദിക്കാൻ പോകുന്നത് തന്നെ സ്ലാപ്പിംഗ് യുവർ ഓൺ ഫേസ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ?
ആ പട്ടത്തൊക്കെ അങ്ങനത്തെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ദുർഗാവാഹിനി ചേച്ചി എന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. താല്പര്യമില്ലാഞ്ഞിട്ടാണ്, പക്ഷേ ഇത് ഞാൻ പറഞ്ഞേ പോവുള്ളൂ. ഫസ്റ്റ് തിങ്, TJ മോഹൻദാസ് പറഞ്ഞ ഒരു കാര്യം രാഷ്ട്രീയമല്ല അത് പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ഫാസിസത്തോട്ടാണ്. ഒരു ശരാശരി സംഘി എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവാണത്. നമ്മൾ ഈ സംഘിസം ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓർത്തുകൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇപ്പോൾ അവർ ഈ TJ മോഹൻദാസിനോട് അവർ ചെയ്ത ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഇത്തരത്തിൽ വൾഗർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞവരെ നീക്കി നിർത്തുകയാണ് വേണ്ടത്. അത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? എന്ത് വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ആ പറയുന്നത്? പെണ്ണുങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ മൊത്തം സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ഒരു വ്യക്തിയെ ഇതുപോലെ കൺസേൺ ചെയ്തല്ല അത് എടുക്കുക. ഭാരതമാതാവെന്ന് നിങ്ങൾ കരിഘോഷിക്കുന്ന ഭാരതമാതാവിനെ പോലും അത് അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. എന്താണ് അയാളെ തള്ളി പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ആ തള്ളിപ്പറച്ചിലുകൾ അംഗീകരിക്കാൻ പറ്റാത്ത ദുർഗാവാഹിനി ചേച്ചി ഇതേ എൻ്റെ തലയിൽ കയറുകയാണ്. നമുക്കൊന്ന് കേൾക്കാം. വോയിസേ കേൾപ്പിക്കുള്ളൂ. ബൈ ദ വേ. ഹായ് ചേച്ചിയാ. എന്നെ കാണുന്നില്ലേ? എല്ലാവരും തിരക്കിലാണോ? ആണാണ്. നമുക്ക് 2 സ്പീഡിലിട്ട് കേൾക്കാം. പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് എവർക്കും എന്റെ ഹൃദയം നിറഞ്ഞു. ആയിക്കോട്ടെ. മൂഢന്മാര്, ചില മന്ദബുദ്ധികൾ അതൊക്കെ കണ്ടിട്ട് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആർമാദിക്കുന്നുണ്ട്. ചിലർ പോസ്റ്റ് ഇട്ട് ആർമാദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരവർക്ക് അനുസരിക്കുന്ന രീതിയിൽ അവരവരുടെ ദണ്ഡധ്യാനം പറഞ്ഞു തീർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലിപ്പോ ഈവനിങ് ആണ്. നാട്ടിലൊക്കെ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച നല്ല കുട്ടപ്പനായിട്ട് ഇപ്പുണ്ടാവും. അപ്പോൾ അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. ചായയും കുടിച്ച് കുട്ടപ്പനായിട്ട് അങ്ങനെ ഇരിക്കുന്ന പുള്ളിക്കാരത്തി അറിഞ്ഞ് അതിലൊക്കെ ആയിരിക്കാം ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ചുമ്മാ പറയുന്നതല്ല. TJ സാറിന് അങ്ങേയറ്റം വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അപ്പോൾ അങ്ങേര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവരെ കുറിച്ചായിരിക്കുമോ? അല്ല, TJ മോഹൻദാസിന്റെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പെണ്ണുങ്ങൾക്ക്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇപ്പം നമുക്ക് ചുറ്റുമുള്ള ആണുങ്ങൾ എങ്ങനെയാണോ അതിനെ കൺസേൺ ചെയ്തായിരിക്കും നമ്മൾ ആണുങ്ങൾ പറയുക. നമ്മളെ ഒരുപാട് ഉപദ്രവിച്ച ആണുങ്ങൾ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ ആൺവർഗത്തിനോട് തന്നെ നമുക്കൊരു വെറുപ്പും പുച്ഛവും അവജ്ഞയും ഉണ്ടാകും. നമ്മളെ ഒരുപാട് സംരക്ഷിച്ച ആണുങ്ങളാണ് നമുക്കൊപ്പം ഉള്ളതെങ്കിൽ ആണുങ്ങളോട് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാകും. ഇത് അതുപോലത്തെ ഒരു ടേമാണ്. ഇയാൾക്കൊപ്പമുള്ള മിക്കവാറുമുള്ള പെണ്ണുങ്ങളൊക്കെ തന്നെ അങ്ങനെ ഒരു സംഗതിയിൽ അങ്ങനെ ഒരു ഇത് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ഗസ് ചെയ്തെടുത്തോളൂ. പൂർണ്ണമായിട്ട് ഇരിപ്പുണ്ട്. ഇനി TJ സാറിനെ അറസ്റ്റ് ചെയ്യണം, TJ സാറിനെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്? അദ്ദേഹം എന്താണ് പറഞ്ഞത്? എടി പൊട്ടത്തി, ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാൾ തകർന്നൊന്നും പോകത്തില്ല. ഇവിടെ എത്ര പേർക്ക് കേസുണ്ട്, എത്ര പേര് അറസ്റ്റ് ആയിട്ടുണ്ട്, എത്ര പേര് അതിൽ നിന്ന് ഊരി വന്നിട്ടുണ്ട്. അത് ഈ ഒരു സാധനത്തിൽ പുള്ളി പരസ്യമായി മാപ്പ് പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. സംഘികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമില്ലല്ലോ. ഐ ആം ദി സോറി എളിയാന്നങ്ങ് പറഞ്ഞാൽ പോരെ. എനിക്ക് വായ്ത്തവറി വന്ന ഒരു മിസ്റ്റേക്കാണ്. പക്ഷെ അതിനകത്ത് അഡമൻ്റായി ഉറച്ചു നിൽക്കുകയും അത് ഞാൻ ഇനിയും ആവർത്തിക്കും എന്ന് പറയുന്നിടത്താണ് അയാൾക്ക് സംഘശക്തികളിൽ നിന്ന് പോലും ആക്രമണം നേരിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹമാണ് അധികാര കസേരയിൽ ഇരിക്കുന്നവൻ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്യുമായിരുന്നുള്ളൂ, ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പല കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട്. അതായത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നീ വല്ല 10 വെട്ടി അടിച്ചേനെ. അപ്പൊ നിങ്ങളെ ടീമിൽ നിന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ ആരെങ്കിലും ഇത് പറഞ്ഞാൽ ഉടനെ ജിഹാദി, പാകിസ്ഥാനിപ്പോ, ഇറങ്ങിപ്പോ, ഓടിപ്പോ, ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് പോലും പറയാൻ പറ്റത്തില്ല. നമുക്ക് ദേഷ്യമുണ്ടാക്കുന്ന ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ തല്ലുവിടാ, നിന്നെ ഞാൻ കൊല്ലുമിടാ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുഴപ്പമാണ്. അതേസമയം നിങ്ങൾക്ക് ഞങ്ങളെ എന്തും പറയാം. ഇത് എന്ത് തരം പോളിസിയാണെന്ന് മനസ്സിലാവുന്നില്ല ചേച്ചി. ഞാനാണെങ്കിലും അവന്റെ കയ്യും കളഞ്ഞ വെട്ടി കളഞ്ഞേനെ എന്നൊക്കെ പലരും പലതരത്തിലും നമ്മള് ഗുണ്ടലെക്കാന്നൊക്കെ പറയും. അപ്പൊ അത് പലരും പറയുന്ന കൂട്ടത്തില് ഒരു സാധാരണ ഒരു വായ്മൊഴി പോലെ അദ്ദേഹം കഷ്ടം ചുമ്മാ അങ്ങോട്ട് പറഞ്ഞതാ. പെണ്ണുങ്ങളൊക്കെ അത് അങ്ങോട്ട് ആഗ്രഹിക്കുന്നുണ്ട്, 3-4 പേരും കയറി ചെയ്യണമെന്ന് പെണ്ണുങ്ങൾ അങ്ങോട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു പറയലപ്പൂപ്പൈ. അതാണ് ഒരു കാര്യം. അതൊക്കെ ഒരു കുറ്റമാണോ? പറയൂ. 2000-ഓളം വരുന്ന ആളുകളെ വെട്ടിയും കുത്തിയും കൊന്നും നശിപ്പിച്ച് കളഞ്ഞ് അതിൽ പ്രതിയായ ഒരു വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാമർശം നടത്തിയാൽ ഉടനെ അയ്യോ അത് പറ്റൂല, അത് നമ്മുടെ അപ്പൂപ്പനാണ്, എൻ്റെ കുഞ്ഞപ്പൂപ്പൻ്റെ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ്റെ മറ്റേ അങ്ങേരാണ്, എനിക്കത് പറ്റത്തില്ല എന്ന് പറയണ എന്തുതരം പോളിസിയാണ്, എന്തുതരം പൊളിറ്റിക്സ് ആണെന്ന് ശിവന് മാത്രം പറഞ്ഞു. ഞാനായിരുന്നു ഈ അധികാര കസേരയിലെങ്കിൽ ഞാൻ വളരെ ശക്തമായി മതി ഡൽഹിയിൽ ഈ ജാതി പെൺകൂത്ത് നടത്തിയത് ആരായാലും ശരി അനുവദിച്ചു കൊടുക്കാവുന്നതല്ല. ഇനി അതിന് അങ്ങനെ ഒരു സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ എത്ര ശതമാനം സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, എത്ര ശതമാനം മറ്റുള്ള ദുർശക്തികൾ. ഇതാണ് പൊട്ടത്തരത്തിന്റെ സെക്കൻഡ് നമ്പർ. ആദ്യ നമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് നമ്പർ പറയാം. മണ്ടയിൽ മസാല ഇല്ലാത്ത കുറെ മന്ദബുദ്ധികളോടാണ്. അവിടെ സമരം നടത്തിയത് കുട്ടികളാണ്. ശരി, അത് സമ്മതിച്ചു. കുട്ടികൾ മാത്രമേ നടത്താവുള്ളൂ എവിടെയെങ്കിലും നിയമമുണ്ടോ? കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകർ പുറപ്പെട്ടു വന്നപ്പോഴാണ് നിങ്ങൾ പേടിച്ചത്.
അവിടെ വന്ന ഒരു സിനിമാക്കാരെയോ അല്ലെങ്കിൽ അല്ലാതെ വന്ന ഫോട്ടോ എടുക്കാൻ വന്ന ആൾക്കാരെയോ ഒന്നുമല്ല നിങ്ങൾ ഭയപ്പെട്ടത്. കർഷകരിൽ അവിടെ നിന്ന് പുറപ്പെട്ട് വന്നു. അവർ കാളയും കൊണ്ടാണ് വരുന്നത്, മനുഷ്യരെയും കൊണ്ടല്ല, അവർ മൃഗങ്ങളെയും കൊണ്ടാണ് വന്നത്. ആ വരവാണ് നിങ്ങളെ ഇപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒഡീസയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ധർമ്മൻ. അദ്ദേഹത്തിനെ അവിടുന്ന് ചാടിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. കാരണം ആ വൈരാഗ്യം അയാൾ കാണിക്കും. മൊത്തത്തിൽ ചാണകം നിറഞ്ഞിരിക്കുന്ന കുറേ മനുഷ്യരാണല്ലോ, ഒരു സംഘടനയാണല്ലോ ഇത്. പിന്നെ ചാണക തലയന്മാർ എന്ത് ചെയ്യാന്ന് നമുക്കറിയാലോ. അപ്പോൾ അധികാരത്തിൽ നിന്നെടുത്ത് ദൂരെ എറിഞ്ഞു കളഞ്ഞാൽ പുള്ളിയുടെ അധികാരം പെട്ടെന്ന് നഷ്ടപ്പെടാനുണ്ടാകുന്ന ഫ്രസ്ട്രേഷനിൽ ചിലപ്പം ഇങ്ങനെ താങ്ങിയാലും താങ്ങും. അത് നല്ല പോലെ അറിയാവുന്ന ആൾക്കാരാണ് ഈ പിറകോട്ട് പിടിച്ചത്. ഇല്ല, വിടൂല. പക്ഷെ കർഷകർ അവിടുന്ന് പുറപ്പെട്ടു വന്നപ്പോഴത്തേക്കാണ് പണ്ട് കർഷക സമരം നടത്തി. കർഷകരല്ലാത്തവർ അതിന് പ്രൊട്ടസ്റ്റിന് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്താ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ എന്താ കുഴപ്പം? ഒരു സമരം നടക്കുന്നു, ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് ഇവർക്ക് ഈ ശാഖയിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നുഴഞ്ഞു കയറാൻ എന്തോന്ന് രാജ്യ അതിർത്തിയാ? നുഴഞ്ഞു കയറാൻ ഇന്ത്യൻ നാഷണലായ ആർക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. വിദേശത്തുനിന്ന് മറ്റൊരു നാഷണാലിറ്റി അവിടെ വന്ന് കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. അത് വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. നീ മറ്റൊരു രാജ്യത്തു നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ പ്രസിഡന്റിൽ എന്തിനാണ് ഇടപെടുന്നത് നമുക്ക് ചോദിക്കാം. ഇന്ത്യൻ നാഷണൽസ് ആയ മറ്റുള്ളവർക്ക് അതിനകത്ത് പറ്റത്തില്ല, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് നിന്റെയൊക്കെ വിവരക്കേടാണ്. അത് സംഘിണികളുടെ ഒരു സ്ഥിരം ശൈലിയാണ്. സ്ഥിരമായിട്ട് സംഘിണികൾ പറയും അവള് മുസ്ലിം മേത്തച്ചി, ഇവളെ തലയിൽ തട്ടിട്ട് അവള് മേത്തച്ചി. എന്താ മേത്തച്ചി രാജ്യത്തല്ലേ, നീ മാത്രമേ ഉള്ളോളാ? നിന്റെ മാത്രം അച്ഛൻ്റെ വകയാണോ ഇന്ത്യ എന്ന് പറയുന്നത്? മുസ്ലിങ്ങൾക്ക് ഇവിടെ ഒരു വോയിസും ഇല്ലേ? ഞങ്ങളെ ഈ രാജ്യക്കാരായിട്ട് അംഗീകരിക്കും? ഞങ്ങളെ പണം കൊള്ളാമോ? ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊള്ളാമോ? രാജ്യത്ത് ഞങ്ങളുടെ രാജ്യം അല്ലേ ഇത്, നിങ്ങളുടെ മാത്രം രാജ്യം? ഇതാണ് പറയുന്നത് രാജ്യദ്രോഹികളെന്ന് ഞാൻ നിങ്ങളെ പറയുന്നത് ഇതുകൊണ്ടാണ്. രാജ്യത്തെ പൗരന്മാരെ വിഘടിപ്പിക്കുക എന്നൊരു ടേമിലുള്ള വർഗീയത മാത്രം പറയുന്ന ഒരു വൃത്തികെട്ട സാധനം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്. ഇനി എന്നെ പറയുന്നതിലേക്ക് പോട്ടെ. ഈ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഇപ്പൊ പുതിയതായിട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ 90-95% അവിടെ സ്റ്റുഡൻസ് ആയിരുന്നില്ല എന്നാണ് വലിയ കാര്യം തന്നെ. അപ്പൊ ഇത് ജിഹാദി സമരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അതായത് 1-2 പാറ്റ കാണും, പാറ്റ പല്ലി പെഴുതാരെ കോപ്പറച്ചിട്ടില്ല. അതെന്താടി നീറ്റ് എക്സാം എഴുതിയത് ജിഹാദികളായി കൂടെ? ഇനിയിപ്പോ ജിഹാദി എന്ന് തന്നെ പറ. നീയൊക്കെ ജിഹാദിന്നോ തീവ്രവാദിന്നോ എന്ത് വാഴയാവട്ടോ. ഇസ്ലാം വംശജരാരും നീറ്റ് എക്സാം എഴുതത്തില്ലേ? അതിൽ ബാധിക്കപ്പെടത്തില്ലേ അവർക്കൊന്നും? അവരൊന്നും ഇന്ത്യൻ നാഷണൽസ് അല്ലേ? അതിലുള്ള ആരെങ്കിലും വന്ന് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഉടനെ നിനക്കൊക്കെ നോവുന്നെങ്കിൽ അത് എന്ത് തരം ഇത് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഹിന്ദു മതവിശ്വാസികൾ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേകതരം പ്രൊട്ടസ്റ്റാണ് അത്? നിങ്ങൾ പറഞ്ഞു തരുമോ ആരൊക്കെ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന്? നിങ്ങളാണോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത്? ഞങ്ങൾ നിശ്ചയിക്കും. ഈ അധികാരത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളും എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ നിശ്ചയിക്കും. അതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഫാസിസം കൊണ്ടു നടക്കുന്ന രാജ്യമല്ല. കുറെ കാലം എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്നുള്ള ആ ധാരണയുണ്ടല്ലോ, അതങ്ങ് നിർത്തുക. പിന്നെ ഈ പ്രൊട്ടസ്റ്റിന്റെ കേസിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അയോധ്യയിൽ നിങ്ങൾ സമാധാനപരമായ സാധനമാണോ ചെയ്തത്? ഒരു ഇഷ്ടിക പോലും ഇളക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇഷ്ടിക പോലും ഇല്ലാതെ ഇടിച്ചു ദൂരെ കളഞ്ഞില്ലേ നിങ്ങൾ? അതിനെ എതിർത്ത മനുഷ്യരെ വംശഹത്യ നടത്തിയില്ലേ നിങ്ങൾ? 2000-ഓളം വരുന്ന ഗുജറാത്തിലെ മനുഷ്യരെ വംശഹത്യയല്ലേ ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാവുന്ന ഇതാണ്. പെണ്ണുങ്ങളെ കിട്ടി അങ്ങോട്ട് കിടത്തുക, 6-7 പേര് കയറി അങ്ങോട്ട് ചെയ്യുക, ശൂലം കുത്തിക്കയറ്റുക, ഭ്രൂണം ഇത് ചെയ്യുക, അങ്ങനെ തുടങ്ങി ചെയ്യാവുന്ന മാക്സിമം ചെയ്യുക. ഒന്നോർത്ത് നോക്കുക, അതേ സംയമനം ഈ കാണിച്ച വൃത്തികേട് അപ്പുറത്ത് നിൽക്കുന്നവർ സംയമനത്തോടെ കൈകാര്യം ചെയ്തില്ല വെച്ചാൽ ഇതേ സാധനം ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് സംഭവിക്കത്തില്ലേ? അതങ്ങനെ ചെയ്യത്തില്ല, അവരുടെ ബ്ലഡിൽ അതില്ല. സ്ത്രീയെ അപമാനിക്കരുതെന്നുള്ള പഠിത്തം പഠിച്ചവരായതുകൊണ്ടാണ് ആ സംയമനം അവിടെ വന്നത്. എന്താ അവരെ കൊണ്ട് പറ്റൂലേ? അതെന്താ നടക്കൂലെന്നാണോ? ഈ കുട്ടികൾ 30% വരുന്ന കുഞ്ഞുങ്ങളാണ്. അവരെ അടിച്ചമർത്താൻ നോക്കിയിട്ടല്ലേ അവർ എഴുന്നേറ്റ് വന്നത്. അവർ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടാക്കി ഇത്രയധികം മില്യൺ അടിച്ചു കയറിയപ്പം വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? എല്ലാവരുടെ അക്കൗണ്ട് പൊട്ടിക്കും. ആരും ഇതിനെതിരെ സംസാരിച്ചാൽ രാഷ്ട്രീയപരമായിട്ട് ഇവർക്കെതിരെ സംസാരിച്ചാൽ ഇതിനും യെല്ലോ ടാഗ് ആയിരിക്കും വരിക. പൈസയൊന്നും കിട്ടത്തില്ല. പൈസ കിട്ടാത്ത ഒരു കാര്യത്തിന് ആരെങ്കിലും ഇറങ്ങി നിൽക്കും. എന്നിട്ടും രാഷ്ട്രീയ സംസാരിക്കുന്നവരുണ്ട്. പലരെയും ടാർഗറ്റ് ചെയ്യും. ഇവിടെ റീസെന്റ് കുറേയധികം പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം. എന്താണ് രാജ്യദ്രോഹം? രാജ്യദ്രോഹം രാജ്യത്തെ ജനങ്ങളെ, പൗരന്മാരെ വിഘടിപ്പിക്കുന്നതാണ് രാജ്യദ്രോഹം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സർവത്ര സംഘപുത്രന്മാരും അകത്താ പോവേണ്ടത്. വർത്താനം പറയുന്നു. പക്ഷേ ഈ കോക്രോച്ച് സമരങ്ങളുടെ ഇടയിൽ നല്ല ഒന്നാന്തരം ചൈനത്തണ്ടന്മാർ നുഴഞ്ഞു കയറിയത്, ഒരുപാട് ചൈനത്തണ്ടന്മാര് മലമ്പാമ്പുകൾ നുഴഞ്ഞു കയറുകയും ശരിക്കും ഒരു വിദ്യാർത്ഥി സമരത്തിനേക്കാൾ കൂടുതലായിട്ട് അവിടെ നടന്നത് ഈ പ്രായത്തിലുള്ള കുറേ ആണും പെണ്ണിന്റെയും ഒരു കഴപ്പ് തീർക്കൽ സമരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പോട്ടെ, അതെല്ലാം പോയി. ഈ സമരങ്ങളൊക്കെ വന്നു. ടി.ജി. സാർ എന്താണ് പറഞ്ഞത്? ഞാനായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി ഞാൻ ഇങ്ങനെ ആകുമായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അത് ഏതൊരു മനുഷ്യനാ പറയാനായിട്ട് ഇവിടെ അവകാശം? ഈ ഒരു ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് പേര് പറഞ്ഞത് പെൺകുട്ടികൾ അവിടെ സേഫ് ആയിരുന്നു എന്നാണ്.
ഇവർക്കിടയിൽ പെൺകുട്ടികൾ പ്രൊട്ടസ്റ്റിനുണ്ടായിരുന്നെങ്കിൽ അവർ സേഫ് ആയിരുന്നു എന്നാണ്. അങ്ങനെ കഴപ്പുള്ള ഒരു സമൂഹം അതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കുട്ടികൾ അവിടെ സേഫ് ആയിരുന്നു. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നവർക്ക് ഒരു കോസ് ഉണ്ടായിരുന്നു. എന്താണ്? ഇതുപോലെ ഒരു പ്രൊട്ടസ്റ്റിനാണ് നമ്മൾ വന്നിട്ടുള്ളത്, അല്ല വേറൊന്നിനുമല്ല എന്നുള്ളത് ആ കുട്ടികൾക്കും അറിയാമായിരുന്നു. അവിടെ കുഞ്ഞുങ്ങളെ പറ്റി ഈ പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും സമരക്കാരുടെ ഇടയിൽ നിന്നുമല്ല, പകരം അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് കണ്ടിട്ടുള്ളത് ഏത് ഇത് എടുത്തു നോക്കിയാലും. എന്നാൽ പോലീസുകാർ കുട്ടികളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ട്, പെൺകുട്ടികളെ മുഖത്തടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ചുമ്മാ ഇരിക്കുന്ന കൊച്ചിനെ പോയി അടിക്കുന്നതും കണ്ടിട്ടുണ്ട്. പറഞ്ഞ എമ്പാടും പറയണം. എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് ഉണ്ടല്ലോ. എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനാണ് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നു, ഞാൻ അവിടെ ഇങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. ടി.ജി. മോഹൻദാസിന് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, ബാക്കിയുള്ളവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. ടി.ജി. മോഹൻദാസ് പറയുന്നത് ഭയങ്കര അഭിപ്രായമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറ്റേടെ പ്രധാനമാണ്. കാരണം ഈ അടിഞ്ഞാട്ടം ഞാൻ ഒരിക്കലും വെച്ച് കുറിപ്പിക്കുമായിരുന്നു. നമുക്ക് വരാനുള്ള സർവത്ര അധികാരവും കൊടുത്തിരുന്ന പിണറായി വിജയൻ വന്നപ്പോൾ പിണറായി വിജയൻ ആദ്യം പറഞ്ഞത് എന്താണ്? പത്രക്കാരോട് കടക്ക് പുറത്ത് എന്റെ അടിച്ചതിനകത്ത് കയറി പോകരുത്, നിന്നെ കയ്യും കാലും വിട്ടും കടന്നു പോകും എന്ന് പറഞ്ഞ ആട്ടി കയ്യും കാലും വിട്ടു എന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ. ഈ പറയുന്ന മീഡിയയിലുള്ള എല്ലാ മീഡിയ മുക്കാലിനെയും എല്ലാത്തിനെയും ഉണ്ടല്ലോ. അപ്പൊ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണകർത്താവിന്റെ തന്ത്രങ്ങളും സ്വഭാവങ്ങളുമാണ്. അദ്ദേഹം ഭയങ്കര ധാർഷ്ട്യക്കാരനായിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ ആയിരുന്നില്ല മറ്റുള്ളവര്. ഇ കെ നായനാർ ഭരിച്ച സമയത്ത് ഇ കെ നായനാർ പറയുമായിരുന്നു, എന്ത് പെൺപണി കൊന്നത്, വെല്ലിക്കൊന്നതാ. അപ്പൊ ഇപ്പോഴും റോൾ മോഡൽസ് എല്ലാം സഖാക്കന്മാരാണ്, വേറെ ആരും പറയാൻ അറിഞ്ഞൂടാ. ചകാക്കന്മാരെ വെച്ചിട്ടാണ് കളി. വെല്ലിക്കൊന്നു, ഒന്നിനെ വെള്ളത്തിലെടുത്തിട്ട് കൊന്നു, ഒന്നിനെ വെടിവെച്ചാ കൊന്നത്. പണിയാശാൻ പറഞ്ഞതല്ലേ പബ്ലിക് മുത്തങ്ങ സംഭവം എന്തായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൂത്തുപറമ്പ് വെടിവെപ്പ്, കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൂത്തുപറമ്പ് വെടിവെപ്പില് 4 പേരെ വെടിവെച്ച് കൊന്നത്. 4 പേരാണ് മരിച്ചത്. അതിന്റെ ബാക്കി പത്രങ്ങൾ കുറെ കാലം കിടന്നിട്ട് നമ്മുടെ പുഷ്പനെ അറിയാമോ, നിങ്ങളുടെ പുഷ്പനെ അറിയാം. അല്ല സേച്ചി ഇവിടെ കിടന്ന് കറങ്ങാതെ അങ്ങ് ഡൽഹിയിലോട്ട് വാ സേച്ചിക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ 2000-ഓളം പേരെ കൊന്നു കളഞ്ഞില്ലേ? എത്രയോ പെൺകുട്ടികളുടെ മാനത്തിനെ ചോദ്യം ചെയ്തില്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ഇവിടെയുണ്ട്. ബാക്കിയുള്ളവരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ തന്നെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അവരത് ധൈര്യസമേതം ഇറങ്ങി അവരെ ജീവൻ പണയം വെച്ച് അവർ ആ കേസ് വാദിച്ച് ജയിച്ച സ്ത്രീയാണ്. അതിവിടെ വ്യക്തിമായിട്ട് ഇരിക്കുന്നിടത്ത് എന്ത് സഖാവിനെ അറിയാൻ സമയത്ത് എന്താണ് ഇവിടെ നടന്നത്? ഈ കോൺഗ്രസ്സുകാരെ അടിയന്തരാവസ്ഥ അറിയാലോ. ചില തലതെറിച്ച എണ്ണങ്ങളെ കാണുമ്പോൾ നമ്മൾ പറയും, ഇതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതാണോ എന്ന് ചോദിക്കാറുണ്ട്. അത്രയും നിഷ്ഠൂരമായിരുന്നു അടിയന്തരാവസ്ഥ. അപ്പൊ ഇപ്പോ പ്രധാനമന്ത്രി ഞാൻ ഇങ്ങനെ വെടിവെച്ച് കൊല്ലും എന്നാണ് ഒരുത്തി വീമ്പളക്കിയിരുന്നത്. അവള് സുരക്ഷിതയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല അവൾക്ക്. വേറൊരുത്തി, അതായത് പബ്ലിക് ടോയ്ലറ്റ് പോലും തോറ്റു പോകുന്ന ഒരു താത്തയുണ്ട്. പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ തോറ്റു പോകും, അത് വായ തുറന്നു കഴിഞ്ഞാൽ. അത്രയും വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന പബ്ലിക് ടോയ്ലറ്റ് ആണ് ആ താത്ത. ഒരു ഷഫീന ബീഗമോ എന്തോ ഒരു ബീഗത്തിന് എന്താണ് വല്ലാത്ത നായ്ക്കോർണം കടിച്ച പോലെയാണ് ബീഗത്തിന്റെ അവസ്ഥ. അപ്പൊ അത് പറയാറ് അതെന്തൊക്കെയാണ് ഇപ്പൊ ഈ പ്രധാനമന്ത്രി പറഞ്ഞത്? ക്ലബ് ഹൗസിൽ ഇരുന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞത് മുഴുവനും നമ്മൾ കേട്ടതാണ്. പുള്ളിക്കാരിയും സുരക്ഷിതയാണ്, പുള്ളിക്കാരിക്കും പുള്ളിക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. അത് വാസ്തവമാണ്, അത് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ്. പിന്നെ നീ ആദ്യം പറഞ്ഞ ഒരു വിഷയമുണ്ട്, അതെന്താണെന്നറിയാമോ? ഈ അത് പറയുമ്പോൾ നമ്മൾ നാഗച്ചേച്ചി പറയും, പോക്കൃത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തൂറി എറിയുക എന്നുള്ളതാണ്. അപ്പൊ ക്ലോസറ്റിനകത്ത് കിടക്കുന്ന സാധനം എടുത്ത് നിന്നെയൊക്കെ എറിയുകയല്ല, വേറെ വഴിയില്ല. ഇമാതിരി തോന്നിവാസം പറയുകയും ഇമാതിരി പോക്കൃത്തരം പറഞ്ഞവനെ അനുകൂലിക്കുകയും ചെയ്യുന്നവളെ വാരി എറിയുക അല്ല, വേറെ നിവർത്തിയില്ല. പിന്നെ ഞാനതാണോ അല്ലെന്ന് കണ്ണാടി നോക്കി പറയണം. നിങ്ങൾ അതാണ് എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ വെക്കുന്നത്. മനസ്സിലായില്ല? കൂടുതൽ ഞാൻ പറഞ്ഞാൽ അറമ്പറ്റി ഞാൻ പറയേണ്ടി വരും. എനിക്കിപ്പോ താല്പര്യമില്ല. ഒന്നാമതേ ഞാനങ്ങ് സ്പേസ് ചെയ്ത് നിൽക്കുകയാണ്, ചുമ്മാ ഇരുന്നു പറയാം. ഈ പറയുന്ന പ്രധാനമന്ത്രി വെടിവെച്ച് കൊല്ലണോ ആവാം. പിന്നെ വേറൊരു സാധനം, ഒരു ആണും പെണ്ണും കേട്ട ഒരു ശിഖണ്ഡി, സ്വയം ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിവില്ലാത്ത ഒരു ശിഖണ്ഡി. ആ ശിഖണ്ഡി എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിക്കല്, അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിന്റെ അമ്മയെ ആക്ഷേപിക്കല്, കുടുംബക്കാരെ ആക്ഷേപിക്കല്, അദ്ദേഹത്തെ അടിമുടി ആക്ഷേപിക്കല്, അദ്ദേഹത്തിന്റെ ബോഡി ഷെയ്മിങ്, ഇതെല്ലാം ചെയ്തതാണ്, നമ്മൾ കണ്ടതാണ്. അവർക്കും യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ആർക്കാണ് ടി.ജി. അറസ്റ്റ്? ഇത് ഒരു കാര്യം, ഞാൻ ആ ടീമുമായിട്ട് ഒരു കാരണവശാലും യോജിച്ചു പോകുന്ന ഒരാളല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു കാര്യം പറയാം. ഇപ്പം ജാൻമണി പറഞ്ഞ ഒരു വിഷയം ശരിയാണ്, അവർ കുറച്ച് വൾണറബിളായിട്ട് തന്നെയാണ് അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഗതിക്ക് നമ്മൾ തീർച്ചയായിട്ടും മറുപടി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 3 വകുപ്പം കണ്ടിട്ടാണ്, 192, 356 ആൻഡ് KPO ആക്ട്. ഇത് 3ആണ് ഇട്ടിട്ടുള്ളതെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവർക്കെതിരെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞതിന് അവർ മാപ്പും പറഞ്ഞിട്ടുണ്ട്. അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മാപ്പും പറഞ്ഞിട്ടുണ്ട്. ഇതേ സാധനം തന്നെ ആയിരിക്കും അവർ കോടതിയിൽ റിപ്പീറ്റ് ചെയ്യുക. സൈമയുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരാനുള്ളതേ ഉള്ളൂ. ഒരാളെ അത്രയും ദേഷ്യം വന്നപ്പോൾ വ്യക്തി അധിക്ഷേപം നടത്തിയെന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇനിയിപ്പം ശിക്ഷയാണെന്ന് പറഞ്ഞാൽ ഒരു 3 മാസമോ 4 മാസമോ ഒക്കെ ആയിരിക്കും. പോട്ട് ഒരു 5 കൊല്ലാണെന്ന് വെക്കുക, ഇവിടെ ജീവപര്യന്തത്തിന് പോലും 7 കൊല്ലം വരും. അവർ കിടന്നിട്ട് ഇറങ്ങി വരുമായിരിക്കും. പക്ഷേ ആ പറയുന്ന വിഭാഗങ്ങളെ ഈ രീതിയിൽ വ്യക്തി അധിക്ഷേപം ചെയ്യാൻ, അതായത് ഈ ഒരു പേര്, നിങ്ങൾ ഉപയോഗിച്ച പേര് വെച്ച് വ്യക്തി അധിക്ഷേപം ചെയ്യുമ്പോൾ
അവരുടെ കൂട്ടായ്മയ്ക്ക് ചുണയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അത് ആവർത്തിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ മത്സരിക്കുന്നത്, നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ബഹളം അത്രയും വെക്കുന്നത്. ആ വ്യക്തി സ്വാതന്ത്ര്യവും ആ വ്യക്തികൾക്കുള്ള അധികാരവും ഞങ്ങൾക്കുമുണ്ട്. ഇപ്പം ഈ പറയുന്ന ഇവരുടെ ടീമുകൾ എൻ്റെ ഒപ്പം ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചറപറ കേസ് കൊടുക്കും. അവരെ അത്രമാത്രം വൃത്തിയധിക്ഷേപം ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് സർക്കുലർ ഉള്ളതാണ്. അവർക്കെതിരെ അങ്ങനത്തെ വൃത്തികേട് പറയാം. അവരെ 9 എന്ന് പറയാൻ പാടില്ല, ഒരു ശിഖണ്ഡി എന്ന് പറയാൻ പാടില്ല, അവരെ ഒരു കാരണവശാലും വ്യക്തി അധിക്ഷേപം ചെയ്യാൻ പാടില്ല. അവരെ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് പരിഗണിക്കപ്പെട്ടവരാണ്, അവരെ പരിഗണനയിലുള്ളതാണ്. നമുക്കൊക്കെ മുൻപ് എത്രയോ കാലങ്ങളായി എത്രയോ ഫൈറ്റുകൾക്ക് ശേഷമാണ് അവർക്ക് മൂന്നാമതൊരു ലിംഗം എന്നുള്ള രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്ത രാജ്യത്തിരുന്നു കൊണ്ടാണ് അവരെ ഇത്രയും വൾഗറായിട്ട് നിങ്ങൾ പറയുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അവർ അബദ്ധമാണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്തുവാ? അതെന്താട്ടെ നിങ്ങളൊക്കെ മാപ്പ് പറയുമ്പോൾ ഓക്കെ, അവർ പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? കാര്യം ഞാൻ ഈ CJPയുടെ ഇതിൻ്റെ അകത്തോ അവര് ഇതിനോ ഒന്നുമല്ല. പക്ഷേ ഒരു പ്രോബ്ലം ഒന്ന് അവർ വിളിച്ചു പറഞ്ഞാൽ അവർക്കൊപ്പം തന്നെ നിൽക്കും. എനിക്ക് ജാമ്യം എടുത്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഒരു ജാമ്യക്കാരിയായിട്ട് ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ തയ്യാറ് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ അങ്ങ് സ്കോർ ചെയ്ത് കയറി പോകണ്ട, മൂക്കി പിടിക്കുന്നു. അപ്പൊ TJ മോഹൻദാസിന് പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഈ നാക്ക് പൊങ്ങുന്ന എന്താ? അത്രത്തോളം വൾഗാരിറ്റി അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഇയാൾ പറഞ്ഞ അത്രത്തോളം വൾഗാരിറ്റി അവർ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഒരു വ്യക്തിയെ കൺസേൺ ചെയ്താണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ TJ പറഞ്ഞത് മൊത്തം സ്ത്രീകളെയാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, പെണ്ണുങ്ങളെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നവരെന്ന് പറഞ്ഞാൽ നിന്നെ പോലുള്ളവർ അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. നീ അത് ആഗ്രഹിക്കുന്നുണ്ടാവും, അതായിരിക്കും. ഇവിടെ മൂക്കി കയറ്റുന്നത് കാണേണ്ടത് ആർക്കാടോ? ഇവിടുത്തെ ജിഹാദി കൂട്ടങ്ങൾക്കാണോ അതോ ഇതിന്റെ പുറകിൽ ഇത് മണപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പലർക്കുമാണോ നമ്മുടെ TJ അറസ്റ്റ് ചെയ്തിട്ട് കാണേണ്ടത്? യുവർ ഫാദർ ഈസ് ജിഹാദി. ഓക്കെ, ആർക്കാണ് ഇത്ര വല്ലാതെ എന്താ പറയാ വേർപ്പൊഴുക്കി കാത്തിരിക്കുന്നത്? ആരാണ് TJ അറസ്റ്റ് ചെയ്തിട്ട്? നീയൊക്കെ കാത്തിരിക്കത്തേ ഉള്ളൂ. TJ എന്ന് പറയുന്ന ആ മഹാനുഭാവനെ അറസ്റ്റ് ചെയ്ത് AI ഉണ്ടാക്കി നിനക്കൊക്കെ സ്വയം നിനക്കൊക്കെ ആസ്വദിക്കാം. അത് തന്നെയാണ് എനിക്ക് സംഘിയോട് പറയാനുള്ളത്. സംഘികളോട് എനിക്ക് പറയാൻ അതാണ് ഉള്ളത്. നിങ്ങൾക്കും അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ സാധനം ഞാനും അങ്ങോട്ട് തന്നിട്ടുണ്ട്. കണ്ട് മകിഴുന്നോ, അന്തം വിട്ടിരുന്നോ, സമാധാനിക്കാം. നീ അങ്ങനെയെങ്കിലും ഒന്ന് ആസ്വദിക്കും. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്ന പടങ്ങളൊക്കെ AI വെച്ചിട്ടുണ്ടാക്കി, AI നിർമ്മിത ഫോട്ടോകളൊക്കെ ഉണ്ടാക്കി നിനക്ക് സ്വയം ആസ്വദിക്കാം. അതേ നിവൃത്തിയുള്ളൂ. കാരണം ദണ്ഡധ്യാനം വന്നാൽ എന്തോ ചെയ്യും? തൊണ്ടേ എന്ന് പറയുന്ന പാർട്ടിക്കും അതിൽ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാർക്കും നട്ടല് നിവർത്തി നിൽക്കാനായിട്ടുള്ള കഴിവുണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ് ഈ TJ മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹം നേതാക്കൾ. എനിക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള വിഷമവും ഇല്ല, സഹതാപം മാത്രമേ ഉള്ളൂ. സങ്കടമായി, ബസ്മായി ചേച്ചിക്ക്, ബസ്മായി. അതെന്താണ് BJPക്കാരെ നിങ്ങൾ TJയെ തള്ളി പറഞ്ഞത്? ബസ്മായി ചേച്ചിക്ക്, ബസ്മായി. നിങ്ങളുടെ ഈ ഗതികേട് ഓർത്തിട്ട് എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ ഒരുത്തനെ എല്ലാവരും കൂടിയിട്ട് കയ്യേറ്റം ചെയ്യാൻ വരുമ്പോൾ, അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ, മുക്കിക്കയറ്റം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ BJP തമ്പുരാക്കന്മാർക്ക് ഒരു അനക്കവുമില്ല, യാതൊരു അനക്കവുമില്ല. അതെന്തുകൊണ്ടെന്നറിയാമോ? കാര്യം BJPയിൽ എല്ലാവരും നിന്നെയൊക്കെ പോലെയല്ല. അതുകൊണ്ടാണ് അമ്മയെ സ്നേഹിക്കുന്ന, സഹോദരിയെ സ്നേഹിക്കുന്ന, കുടുംബത്തിലെ പെണ്ണുങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ഈ പറയുന്ന ആളെ അംഗീകരിക്കാൻ ഒക്കത്തില്ല. വേണ്ടേ, സുരേഷ് ഗോപി അതിൻ്റെ ആളാണ്. ആ വീട്ടിൽ നിന്ന് ഒരുത്തം പുറത്തേക്ക് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അവന് മനസ്സിലായിട്ടുണ്ട്. അത് ഇന്നത്തെ ജനറേഷനിലെ പിള്ളേരാ. മാധവ് സുരേഷ് പറഞ്ഞത് കേട്ടില്ലേ? അയാൾക്ക് പോലും മനസ്സിലായി. മൃഗതുല്യനാണ് ഇയാൾ. മൃഗങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. പെണ്ണുങ്ങളൊക്കെ ഇത് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ എത്രത്തോളം വൾഗറായിട്ട് പറയാമോ അത്രത്തോളം വൾഗറായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് പെണ്ണാണ് അത് ആഗ്രഹിക്കുന്നത്? ഇവിടെ എനിക്കിത് എതിരെ നടന്ന ഒരു പ്രശ്നത്തിൽ ഞാൻ മൗനം അവലംബിച്ചത് നാക്ക് പിഴച്ച് എനിക്കത് വന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു പെൺകുട്ടിയെ മോഡസ്റ്റിയെ ആക്രമിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത് എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. ചില സമയത്ത് നമ്മൾ കിളി പോകുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. പക്ഷേ ഇയാൾ കിളി പോയി പറഞ്ഞതല്ല, വളരെ സ്വാരസ്യമായി ചിരിച്ചുകൊണ്ട് സന്തോഷ രൂപേണ ആസ്വദിച്ച് പറഞ്ഞാണ്. അപ്പൊ നിനക്കതാണ് ആഗ്രഹം അല്ലയോ? ആ കളവൻ നാലെണ്ണം കിട്ടേണ്ടത് അത്യാവശ്യം. ഈ ചിന്താഗതിയോട് കൂടിയിട്ടാണ് BJP നേതാക്കന്മാർ പോലും ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എനിക്ക് ആർക്ക് പൊള്ളിയാലും ഐ ഡോണ്ട് കെയർ. ഞാൻ ഈ പറയുന്ന BJP നേതാക്കന്മാരുടെ അതുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജോലി ചെയ്തിട്ടാ. അത് ഓരോരുത്തർക്കും ബാധകമാണേ. പക്ഷേ നേരും നെറിവോടും കൂടിയിട്ട്, ദേശസ്നേഹത്തോട് കൂടിയിട്ട് ഒരു മനുഷ്യൻ ജാതികളുടെ ദേശസ്നേഹം പറച്ചിൽ കേൾക്കുമ്പോഴാണ് കാലേ വാരി നിലത്തടിക്കുന്നത്. നീയൊക്കെ മാത്രമേ ഉള്ളൂ ദേശസ്നേഹികൾ, ബാക്കി ആർക്കും ദേശസ്നേഹം ഇല്ല. നിനക്കൊക്കെ ദേശസ്നേഹമേ ഉള്ളൂ തള്ളേ? അല്ല തള്ളേ, തള്ളയുടെ വീട്ടിലുള്ള പെൺകുട്ടികളൊക്കെ ഇത് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണ് അങ്ങേര് പറഞ്ഞതിൻ്റെ അർത്ഥം. ദേശസ്നേഹി വന്നേക്കുന്നത്, ദേശസ്നേഹി. മുന്നിട്ടിറങ്ങിയിട്ട് സ്വന്തം നാടിന് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നാടൻ ശൈലിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഒരു വിഷമം വന്നാൽ കൈ കൊടുക്കാനും സഹായിക്കാനും ഒക്കെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു മുഴം കയറെടുത്ത് അവസാനിപ്പിച്ചൂടെ BJP? പോയിന്റ് എല്ലാ BJP നേതാക്കന്മാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു മുഴുവൻ കയറിൽ അവസാനിപ്പിച്ചുകൂടെ എന്നാണ് സെച്ചി ചോദിക്കുന്നത്. സെച്ചിയുടെ ചോദ്യം വാല്യബിൾ ആണ്. അടിച്ചു പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു, എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇല്ല, നിങ്ങൾക്ക് ഒരു ചുമതലാബോധവും ഇല്ല, ഇല്ല.
നിങ്ങൾ എന്താ ഇങ്ങനെ? എന്താ ഇങ്ങനെ? സ്വന്തം കുടുംബത്തിലൊരാൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ കൂടെ നിൽക്കില്ലേ? എന്തായി കാണിക്കുന്നത്? എന്താ നേരെ കാണിക്കുന്നത്? മറിച്ച് മറ്റു പല പ്രത്യേക മതവിഭാഗങ്ങളിലാണെങ്കിലോ എന്തായിരുന്നേനെ ഈ കേരളം കത്തിയാൻ? കേരളം അങ്ങനെ ആരെ കൊണ്ടും കത്തിക്കാക്കത്തില്ല. പെട്രോൾ ഒഴിച്ചാലും കത്തൂല. കാരണം ഏറ്റവും കൂടുതൽ വാട്ടർ ബേസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നീ കണ്ടിട്ടില്ല, ദൈവത്തിന്റെ സ്വന്തം നാട്. എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും. അമ്മാതിരി ഉള്ള ഒരു നാടാണ്. ഇവിടെ കത്തിക്കാനൊന്നും പറ്റില്ല. ഇവിടെ വെള്ളം കൊണ്ടിട്ട് എന്തെങ്കിലും കളിയാണ്. പ്രളയം വന്നപ്പോൾ കണ്ടില്ലേ, മൊത്തം മുങ്ങി പോകുന്നത്. ഈസി ആയിട്ട് മുക്കാൻ പറ്റും. അല്ലാണ്ട് കത്തിക്കാനൊന്നും പറ്റത്തില്ല. ചുമ്മാ നിന്ന് എന്തെങ്കിലും ഒന്ന് തള്ളി മറിക്കരുത് കേട്ടോ. ശതമാനത്തിൽ കൂടിയ ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട്, അവരിത്തിരി ശബ്ദം ഉയർത്തും എന്നുള്ളത് കൊണ്ട്, അവർക്ക് നിഷ്പക്ഷമായി സംസാരിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ടും, ധൈര്യമുള്ളത് കൊണ്ടും, കേസ് ഉമ്മാക്കി കാണിച്ച് വരട്ടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിനെ നീ കത്തിക്കലെന്നാണ് പറയണമെങ്കിൽ ഒന്നും പറയല്ല. ശാഖക്കൂ. നമ്മുടെ നാട്ടില് വന്നിട്ട് തീവ്രമായ അവിലും മലരും കരുതിക്കോ, കുത്തിരിക്കവും കരുതിക്കോ, ഒരു പറ്റത്തിനെ കൊന്നുകളയും. എന്തിനാ മോളെ അങ്ങനെ പറഞ്ഞേ? അതെന്താണ് ചേച്ചി അങ്ങനെ പറഞ്ഞേ? അവറ്റോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തുനിന്ന് എന്തുമായിരുന്നു നിങ്ങൾ പറഞ്ഞേ? വീട്ടിൽ കയറി വെട്ടും കുത്തും ചത്തും അടിയും കുടിയും കൺപ് കയറ്റും കാല് കയറ്റും കഴുത്ത് കയറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊന്നും വരത്തില്ല ചേച്ചി. നമ്മളൊരു റോഡ് പണിയാണെന്ന് വെക്കുക, അതിന് നടുക്കൂടെ ഒരു പാലം വെക്കുക എന്ന് വെക്കുക. പാലം ഓൺ സൈഡഡ് ആണോ ചേച്ചി? അപ്പുറത്തൊന്നും വരത്തില്ലേ ചേച്ചി? ഇവിടുന്ന് അങ്ങോട്ട് എന്തൊരു കൊടുക്കണോ അവിടുന്ന് ഇങ്ങോട്ട് അതല്ലേ കിട്ടുള്ളൂ. കുരങ്ങന്മാർക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ അവന്മാർ അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചറിയും. എല്ലായിടത്തും അങ്ങനെയാണ്. എപ്പോഴേ അങ്ങനെയാണ്. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്. ഞങ്ങൾ ചുട്ടുകളയും, ഞങ്ങൾ ഭസ്മമാക്കും. ഇത് എന്ന് വേണ്ട അവനവന്റെ മതത്തിന്റെ മതവരിക്ക് അനുസരിച്ചിട്ട് തോന്നിവാസങ്ങളെ മുഴുവനും വിളിച്ചു പറഞ്ഞ് ഒരു നാടിനെ മുഴുവനും കുട്ടിച്ചോറാക്കി പിന്നെ തീവ്രമായ ബോംബ് വെക്കല്, ബസ് കത്തിക്കല്, ഇതൊക്കെ ചെയ്തവന് വേണ്ടി വരെ ഇവിടെ മുറവിളി കൂട്ടുന്ന കേരളത്തില് ഈ പാവ മനുഷ്യന് വേണ്ടിയിട്ട് ഒരാൾ പോലും നിവർന്നു വരുന്നില്ലെന്ന് പറഞ്ഞാൽ പോയിന്റ്. പുള്ളിക്കാരത്തി അത് പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത്. സത്യമാണ്. സംഘ ഗുസ്തികളെ നിങ്ങൾ ആ ടി.ജെ. മോഹൻദാസിനെ പിടിച്ച് പുറത്താക്കാൻ പാടില്ലായിരുന്നു. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്, റോങ് പരിപാടി, റോങ്. ശരിയല്ല. ഞാനും ഖണ്ഡിക്കുന്നു അത്. ഓളെ കുടുംബാട്ടാ, ഓളെ കുടുംബക്കാരനാ. അനങ്ങുന്നില്ല എന്ന് മനസ്സിലായി. ഒരാൾക്ക് അനങ്ങാതെ വരികയും പൊങ്ങാതെ വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് പെണ്ണുങ്ങളെ നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരുമാതിരി വൾഗാരിറ്റി പറയുന്നത്. ഇതിനെ ഒരുതരം ഫ്രസ്ട്രേഷൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഫ്രസ്ട്രേഷൻ ഇംഗ്ലീഷായി പോയി. മംഗ്ലീഷായ ഫ്രസ്ട്രേഷൻ എന്ന് പറയും. ഏത്? പൊങ്ങാത്തതിനെയും അനങ്ങാത്തതിനെയും ഒക്കെയാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ നിരാശാബോധത്തിൽ നിന്ന് വന്ന ആക്രാന്ത വർത്തമാനമാണത്. നമുക്ക് പറ്റാത്തൊരു കാര്യം അത് ആർക്കൊക്കെ പറ്റുന്നത് അതങ്ങോട്ട് സഹിക്കാൻ വയ്യ. കൊച്ചു പെൺപിള്ളേരെ കാണുമ്പം അവർക്ക് ഇതാണ് വേണമെന്ന് പറയുന്ന ഒരു പ്രത്യേകതര രാഷ്ട്രീയ ടോക്ക് അത് അയാളെ നാക്കിന്നേ വരുള്ളൂ. കുട്ടികളാണ്, പൊടി മക്കളാണ് അവിടെ നിൽക്കുന്നത്. ആ പൊടി മക്കളെ നോക്കിയാൽ നിങ്ങൾ പറയുന്നേ. നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞിനെ നോക്കിയാൽ ഈ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കേവലം എവിടെയോ കിടക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് ആ മനുഷ്യനോട്. കാരണം വേൾഡ് ലൈബ്രറിയാണ് ആ മനുഷ്യന്റെ തലച്ചോറ്. ആ മനുഷ്യനെ വേണ്ട വിധം ഉപയോഗിക്കണം നിങ്ങൾ. ആ മനുഷ്യൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പകരം ഒറ്റുകൊടുക്കാണ്. 7 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ യൂദാസ് ഒറ്റുകൊടുത്ത പോലെ ടി.ജെ. മോഹൻദാസിനെ ബിജെപിക്കാരും മറ്റുള്ളവരും കൂടിയിട്ട് ഒറ്റുകൊടുക്കുകയാണ് കിട്ടിയ സന്ദർഭത്തിൽ. അതെ സി.ജെ. മുരളീധരൻ സാറേ, ബിജെപി നേതാക്കന്മാരല്ല, RSS അധികാര വർഗമാണ് ടി.ജിയുടെ നേരെ കുതിര കയറുന്നത്. സത്യമാണ്. ബോധവും വിവരവും ഇനി കൂടുതൽ എടുത്ത് വെച്ച് പറയില്ല. ബോധവും വിവരവുമുള്ള ഏതൊരു വ്യക്തിക്കും ടി.ജെ. മോഹൻദാസ് പറഞ്ഞതിന്റെ ഡെപ്ത് മനസ്സിലാകും. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, തീർച്ചയായിട്ടുമല്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നതെന്നുള്ളത് ബോധമുള്ള സ്ത്രീകൾക്കേ മനസ്സിലാകും, ദുർഗാവാഹിനികൾക്ക് മനസ്സിലാകത്തില്ല. പേരൊക്കെ കറക്റ്റ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണല്ലോ അവരുടെ പേരുകൾ. എന്തെന്നൊക്കെ കുറെ പേരുകൾ. എന്താ വനിതാ മോർച്ച, വനിതാ മോർച്ച, ദുർഗാവാഹിനിയല്ല, വനിതാ മോർച്ച, അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവരുടെ ഇതിന്. നിങ്ങൾക്ക് ഒരു പെൺകുട്ടികൾക്കും അയാൾ പറഞ്ഞത് തെറ്റായിട്ട് തോന്നിയില്ല? അങ്ങനെ പറഞ്ഞതിൽ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? എനിക്കറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ഒരു ലോഡ് പുച്ഛവും കിട്ടിയ ഒരു ഇടിയും കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്ത് വർത്തമാനമാണ് പറഞ്ഞത്? അവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ തന്നെ ഇത്തരത്തിലൊരു കാര്യത്തിനാണ് വരുന്നതെന്ന്. നീറ്റ് എക്സാമിൽ കൂടെ 29ഓളം കുട്ടികൾ ജീവൻ ഒടുക്കിയിട്ടുണ്ട്. 29 കുട്ടികളുടെ വീട്, അവരനുഭവിച്ച കഷ്ടപ്പാട്, അവരനുഭവിച്ച ബുദ്ധിമുട്ട്, അതൊന്ന് ആലോചിച്ച് നോക്കിയാണ്. പിന്നെ വരുന്ന ഈ 30% വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവരെല്ലാവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. പക്ഷേ മറ്റവർക്ക് വന്ന അതേ ബുദ്ധിമുട്ട് ഇവർക്കും വരും. ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. അതിൽ കൂടെ കുട്ടികൾക്ക് ജീവഹാനി വന്നിട്ടുണ്ട്. ഒരു പബ്ലിക് കോസിന് വേണ്ടിയിട്ട്, അത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അതിനകത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആ പുള്ളിക്കാരനെ ചൈനക്കാരനാക്കുന്നു, ജിഹാദിയാക്കുന്നു. ആ മനുഷ്യൻ മുന്നോട്ട് വെച്ച കുറേയധികം കാര്യങ്ങളുണ്ട്. അച്ചടക്കം വേണം വിദ്യാഭ്യാസ നയത്തിലൊക്കെ.
ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിർബാധം ചെയ്തുകൊണ്ടിരിക്കുന്ന റോങ് ഇതൊന്നും ആരും കണ്ടില്ല എന്നാണോ വിചാരിക്കുന്നത്? ചരിത്രകാരന്മാരെ ഒന്നും പഠിപ്പിക്കേണ്ടെന്നാ പറയണേ. ഇവര് 5 വർഷത്തിൽ ഒരിക്കൽ ഇതിന്റെ ചേഞ്ചസ് വരുത്തും. ആ ചേഞ്ചസിൽ ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റു വേണ്ട എന്ന് പറയുന്ന ഒരു പ്രത്യേകതര രാഷ്ട്രീയപരതാണ്. പിന്നെ ആരാ വേണ്ടത്? ഷൂ നക്കിയെ കൊണ്ടുപോയിക്കണോ? ഷൂ നക്കിയവനെയാണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്? എന്ത് വ്യവസ്ഥ കെട്ട ഒരു രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? കുറെ എണ്ണം ഞാൻ കാണുന്നുണ്ട്, കുറെ സംഘടനകൾ ഇരുന്ന് പറയുന്നതാണ് ആ മുസ്ലിമുകൾ നടച്ചുവിട്ട്. എന്താ മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലേ? അവര് സമരം ചെയ്യാൻ പാടില്ലെന്ന് നിന്റെ അടുത്തൊക്കെ ആരാ പറഞ്ഞേ? ഇവിടെ പിന്നെ കൊറോണ ടൈമിലാണ് മറ്റേ CA പ്രക്ഷോഭം വന്നത്. അന്ന് പ്രഗ്നന്റ് ആയ ഒരു പെണ്ണിനെ പിടിച്ചകത്തിട്ടിട്ട് 3 വർഷം കഴിഞ്ഞെന്തോണ് പുറത്തു വിട്ടത്. കരുതൽ തടങ്കൽ എന്ന് പറയും. കൊറോണ ടൈമിൽ കരുതൽ തടങ്കൽ നടത്തിയ ആൾക്കാരാണ്. എന്നിട്ട് അവരാരെങ്കിലും പിൻവാങ്ങിയോ? പിന്തിരിഞ്ഞോ? ആ കുട്ടിയിൽ അന്ന് ജയിലിലായിരിക്കപ്പെട്ട ആ പെൺകുട്ടിക്കുണ്ടായ കുഞ്ഞ് നാളെ നല്ലൊരു പൗരനായിട്ട് വന്നിട്ട് നിങ്ങൾക്കെതിരെ തന്നെ നിൽക്കും. കാരണം അടിച്ചമർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നവരുടെ ശബ്ദം അത് ഭയങ്കര തീവ്രമായിരിക്കും. അത് ബോധമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ചില വിഷയങ്ങൾ നമ്മൾ മൗനമായിരിക്കുമ്പോൾ ഇല്ല നീ പറഞ്ഞേ പറ്റുള്ളൂ, ചീണ്ടിക്കിട്ട് കുത്തിക്കഴിഞ്ഞാൽ അടിച്ച് പറ്റിക്കാനേ തോന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് കണക്ക് എന്നും എക്കാലത്തും ജിഹാദി എന്നും തീവ്രവാദി എന്നും ഒക്കെ വിളിച്ച് ഒരു വിഭാഗത്തിനെ അടിച്ചമർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കേപ്പബിൾ ആയ ഒരു വിഭാഗത്തിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ അവിടെ തിരിച്ചൊരിത് വരും. ഇപ്പോഴും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സ്വസ്ഥതയ്ക്കും ഹാനികാരമായ രീതിയിലുള്ള നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ട എന്ന് വെച്ചുകൊണ്ട് മൗനം അവലംബിക്കുമ്പോൾ ചുമ്മാ തലേ കുതിര കയറാൻ വരല്ലേ, ചുമ്മാ ഇരിക്കണമെന്ന് പറഞ്ഞ് ചെവളെ കുത്താൻ വരല്ലേ, തിരിച്ചു തരുമ്പം അണ്ണാക്കി കിട്ടുവേ. വീട്ടിൽ കയറും, തല്ലും, തെറിവിളി, പച്ചതെറി. എന്തൊരു ശല്യമാണെന്ന് ഓർത്തു നോക്കണം. ഫോണിൽ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ്. എൻ്റെ പേഴ്സണൽ സ്പേസ് ആണത്. എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങൾ ഫോൺ വിളിച്ച് തെറി വിളിച്ചാൽ നിയമം തിരിച്ചാണ് തരിക. ഒരാളെ ഫോൺ വിളിച്ച് തെറി വിളിക്കുന്നതിനാണ് ക്രൈം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി പെറ്റീഷൻ ഫയൽ ചെയ്യ്, ഞാൻ അവിടെ ഫേസ് ചെയ്തോളാം. അതിനാണ് ഇവിടെ കോടതി ഉള്ളത്. അത് കാണിച്ചുകൊണ്ട് അമ്മാതിരി ഉമ്മാക്കി കാണിച്ചുകൊണ്ടൊന്നും ഇവിടെ ആരെയും മൂക്കിക്കയറ്റേണ്ട കാര്യമില്ല. പിന്നെ നുണയൻ ചന്തു എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. മലനാടൻ നാളിതുവരെ എന്തെങ്കിലും നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടോ? ഇത് 7 വർഷം മുമ്പുള്ള വോയിസുകളും എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം ഇരുന്നുണ്ടെങ്കിൽ ഞെളിഞ്ഞ് പറയുന്നതാണ്. നാറിക്കല്ലേ എപ്പോഴും കിട്ടുന്നത് പ്രശ്നം. യൂസ് വലി വരെ കൊണ്ടുപോയി കേസ് കൊടുത്ത് കാണുന്ന മനുഷ്യർ അത്രയും കേസ് കൊടുക്കുന്നുണ്ട്. അത്രയും കേസ് ഫേസ് ചെയ്യുന്ന ഒരു വായി നോക്കിക്കാണ് എൻ്റെ നേരെ ഇപ്പോൾ ഒരു കേസ് വന്നാൽ ഞാനങ്ങ് തീർന്നു പോകുമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഈ ഇത്തരം ഉമ്മാക്കികളൊക്കെ തിരുവനന്തപുരത്തെ പെണ്ണിൻ്റെ അടുത്ത് കാണിക്കാൻ നിൽക്കാതിരിക്കുക. ഞാൻ അത് എടുത്ത് തന്നെ പറയും. ഇവിടെ ജനിച്ച് വളർന്ന എനിക്കറിയാം ഇത് ഏതുവരെ പോകും, ഏതറ്റം വരെ പോകും, എന്തൊക്കെ ഉണ്ടാകുമെന്ന്. ഇതിനകത്ത് എനിക്ക് ലവലേശം ഭയമില്ല എന്നുള്ളത് തുറന്ന് തന്നെ പറയുന്നു. ചുമ്മാ ഇനി പിടിച്ചു അങ്ങ് പിടിച്ചു, നിങ്ങൾ കുറേ കാലം കൊണ്ടേ കാണിക്കുന്നുണ്ടല്ലോ. പോലീസ് സ്റ്റേഷൻ എന്താ സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. ഞങ്ങളെ നീതി കിട്ടേണ്ട സ്ഥലം തന്നെയാണത്. ഞാൻ ഡെയിലി പോകുന്നൊരു സ്ഥലവുമാണ്. എനിക്ക് അത്രത്തോളം സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കുകളും നേരിടുന്ന വ്യക്തിയാണ്. ഇഷ്ടം പോലെ കേസുകൾ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 67 കേസ്, 70 എന്ത് ആരെങ്കിലും തട്ടിച്ച കേസാ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് കേസുകൾ വന്നാൽ അതെന്ത് കേസാണ്? അതിനെ പേടിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായങ്ങളെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഓടിക്കൊണ്ടുപോയി കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കേസ് കൊടുക്കുന്നവർ എന്നെ പറ്റി പറഞ്ഞതിനും കൂടെ ഉത്തരം പറയണം. ഞാൻ കൊടുത്ത കേസുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യാണ്. എന്തൊക്കെയാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് എടുത്ത് വെച്ച് അലമ്പുന്നത്. എന്തൊക്കെ വൾഗാരിറ്റികൾ. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എൻ്റെ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല. ചുമ്മാ കിടന്നിട്ട് നൈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അവരെയൊക്കെ പോലെ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് വരത്തില്ല. അവിടെ അങ്ങ് ഇരിക്കും അൺടിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നിടം വരെ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഹെൽത്ത് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ടാണ്. അതും കൂടെ പറയണമല്ലോ ചേർത്തിട്ട്. പലരും പറയുന്ന ഒരു കാര്യമാണ് എന്തോ വികാലാംഗയാണെന്ന്. വൈകല്യമുണ്ട്, ജനിച്ചപ്പോഴേ ഉണ്ട്, അല്ല ഒരു കഴിഞ്ഞ ജന്മത്തിലേ ഉണ്ട് വൈകല്യം. അതുകൊണ്ട് എന്തെങ്കിലും കൺസെഷൻ കിട്ടുമെന്നാ? ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്തൊക്കെ ഇതൊക്കെ ആരാ പറഞ്ഞു തരുന്നേ? അങ്ങനെ ഒരു കൺസെഷനും എവിടുന്നും കിട്ടാനും പോകുന്നില്ല. അങ്ങനെ ഒരു കൺസെഷൻ ഞാൻ ഉപയോഗിക്കാനും താല്പര്യപ്പെടുന്നില്ല. പറഞ്ഞതാണെങ്കിൽ അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ കേസ് വരും, അത് ഫേസ് ചെയ്യും, അത്ര തന്നെ. അതിന് നീ ഇരുന്നു കൊണ്ട് ക്ലോസറ്റ് എന്ന് മറ്റൊന്നും പറഞ്ഞാൽ എനിക്ക് നിനക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റും കേസ്. അല്ല നീ എന്ത് തോന്നിയാസോ എന്നെ പറ്റി പറഞ്ഞു കളയെന്നല്ല. സ്വന്തം തന്തയും തള്ളയും വിളിക്കുന്ന കാര്യമൊന്നും എൻ്റെ അലയെ കൊണ്ടുവയ്ക്കേണ്ട കേട്ടോടി ചങ്കിണി. അവള് TJ മോഹൻദാസിന് സപ്പോർട്ടും കൊണ്ട് ഇങ്ങോട്ട് തള്ളിയൊക്കെയാണ്. എൻ്റെ അലയെ കയറുന്നത് എന്തിനാണ്? ഈ പറയുന്ന രീതിയിൽ ഇത് ഒരു കൂട്ടായ്മ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അവരെ ശിഖണ്ഡി എന്ന് വിളിച്ച് അപമാനിച്ചതിന് അവരാണ് കേസ് കൊടുക്കേണ്ടത് തള്ളക്കെതിരെ. അതെന്താ പറ്റത്തില്ലേ? നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാ നിങ്ങൾ വിചാരിക്കുന്നേ? നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാർക്ക് എന്തും പറയാം, എന്ത് തെറിയും എഴുതി വെക്കാം, നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാ വിചാരിക്കുന്നേ? ബാക്കിയുള്ളവർ ഇവിടെ ഉള്ളവരല്ലേ? അതും ഒരു സംഘടന അങ്ങ് ഡെയിലി ഇരുന്നങ്ങ് തെളിപ്പാണ്. മുസ്ലിം എന്താടി മുസ്ലിങ്ങൾ ഈ രാജ്യത്തുള്ളവരല്ലേ? മുസ്ലിങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പാടില്ലേ? അതെന്താ? മുസ്ലിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര അടിയളവുന്നേ? അവർക്ക് അവിടുന്ന് പൈസ വന്നു, അവിടുന്ന് ഫണ്ട് വന്നാൽ എന്താ കുഴപ്പം? എന്താ
അവിടെ മുസ്ലിങ്ങളില്ലേ ദുബായിൽ അല്ലെങ്കിൽ UAE പോലുള്ള രാജ്യത്ത് 75% ഇന്ത്യക്കാരാ. 75%. ജനൻ ടിവിയുടെ ഓണർ പോലും അബുദാബിയിലാണ്. അവിടുത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് അയാൾ പണം ഇങ്ങോട്ട് ജനൻ ടിവിക്ക് പോലും അയക്കുന്നത്. എന്താ മുസ്ലിങ്ങൾ ആ പണം കൊള്ളാമോ? മുസ്ലിങ്ങളുടെ പണം കൊള്ളാമോ? പൊത്തിക്കൊണ്ട് പോവാൻ നോക്ക്. വന്നേക്കാണ്.